വിദ്യാർത്ഥികളെ വലയ്ക്കാതെ SSLC പരീക്ഷ പൂർത്തിയായി. കെട്ടിപ്പിടിച്ചും പരസ്പരം ഫോട്ടോഗ്രാഫുകൾ നൽകിയും മടങ്ങുകയാണ് കുട്ടികൾ. ഏപ്രിൽ 16-ന് മൂല്യനിർണ്ണയം തുടങ്ങും. നടക്കാവ് ഗേൾസ് സ്കൂളിലെ കുട്ടികൾക്കൊപ്പമാണ് പരീക്ഷ കഴിഞ്ഞ് മടങ്ങുന്നതിന് മുൻപ് പരസ്പരം കെട്ടിപ്പിടിച്ചും പാട്ടുപാടിയും ഓട്ടോഗ്രാഫൊക്കെ നൽകി കുട്ടികൾ അങ്ങനെ ആ ഒരു നിമിഷം, ലാസ്റ്റ് നിമിഷങ്ങളൊക്കെ സന്തോഷിക്കുകയാണ് എല്ലാവരും. അല്ലേ, പരീക്ഷയൊക്കെ എങ്ങനെ ഉണ്ടായി? ആദ്യം അത് ചോദിക്കാം. വിഷമം നമുക്ക് പിരിയുന്ന കാര്യത്തിലല്ലേ? നല്ല 3 വർഷം 8 ക്ലാസ് വന്ന് അപ്പോഴാണ് വരെ കിട്ടിയപ്പോ നല്ല വിഷമം. എന്താ പറയാനില്ല, അത്ര സങ്കടമുണ്ട്. അവർക്കതാവുന്നതിന് ഇങ്ങനെ അത്ര ബോണ്ടാവുന്ന വിചാരിച്ചില്ലേനു. നല്ല ഭയങ്കര ഫാമിലി പോലെ നമ്മള് ഒരു ഗ്രൂപ്പ് തന്നെ ഉണ്ട്. അന്നപ്പോ ഭയങ്കര സങ്കടം. നിങ്ങളുടെ ഗ്രൂപ്പിന്റെ പേരെന്തായിരുന്നു? ബച്ചോം കെ ദുനിയ. അല്ല, നിങ്ങളെല്ലാരും ആണോ നേരത്തെ പറഞ്ഞ? എന്താ ബച്ചോം കെ ദുനിയ ആണോ? ഫോട്ടോ എടുക്കാതിരിക്കുന്ന പരീക്ഷയൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? നമുക്കിവിടെ പറ. പരീക്ഷ കുഴപ്പമില്ല. ഇന്നത്തെ ബയോളജി A+ ഉറപ്പാ. അത്രയും എളുപ്പ എക്സാം. ഇന്നത്തെ ബയോളജി എളുപ്പമായിരുന്നു. കെമിസ്ട്രി കുറച്ച് പാടായി, പക്ഷെ കിട്ടും. എന്തായാലും പാസ് ആവാനൊക്കെ ഉള്ളുണ്ട്. ബച്ചോം കെ ദുനിയന്റെ അടുത്ത പ്ലാൻ എന്താ? എല്ലാവരും ഒരുമിച്ച് തന്നെ ഒരേ സ്കൂളിൽ തന്നെ വരുമോ? കൂടാണ്, അങ്ങനെ തന്നെ കൂടാനാണ് ആഗ്രഹം എല്ലാവർക്കും. പിരിയാനൊന്നും ആർക്കും ഇങ്ങനെ വലിയ താല്പര്യമില്ല. കാരണം എല്ലാവരും എപ്പോഴും ഒരേപോലെ എന്ത് പരിപാടി, ഇപ്പം എന്ത് തെറ്റൽ വന്നാലോ എല്ലാ പരിപാടിക്കും നമ്മൾ കൂടി ചേർന്ന് അങ്ങനെയൊക്കെയാണ്. ഇനി നമ്മൾ ഓരോ പ്ലാൻ വെക്കും, ഓരോ മീറ്റപ്പ് വെക്കും. അങ്ങനെ തന്നെ നമ്മൾ കൂടും. നമ്മൾ ഒരിക്കലും പിരിയൂലല്ലോ, പിരിയൂല, അത്രേ ഉള്ളൂ. ടീച്ചർമാർ കുട്ടികളുടെ കൂടെ ഡാൻസ് ആയിരുന്നു അല്ലേ? ഇന്ന് എക്സാം കഴിഞ്ഞ സന്തോഷമാണല്ലോ. നമ്മളൊക്കെ പഠിക്കുമ്പോൾ നമ്മളെ മിസ് ചെയ്യുന്ന പറഞ്ഞ ടീച്ചേഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഇന്നേ വരെ കണ്ടിട്ടില്ല അവരായിരിക്കും. പക്ഷേ ഇപ്പൊ ജനറേഷൻ മാറിയല്ലോ. അപ്പൊ നമ്മൾ എന്നാലും ഇപ്പോഴത്തെ ന്യൂ ജനറേഷനായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെങ്കിൽ നമ്മളും അവരുടെ കൂടെ കൂടുക. ഇവിടുത്തെ മക്കളാണ്, ഞങ്ങളെ മക്കളാണ്. വേറൊന്നും പറയാനില്ല. ഇവിടുത്താണ് ഒരു പോകുന്ന സങ്കടമേ ഉള്ളൂ. SSLC പരീക്ഷ കഴിഞ്ഞ് പിരിയുകയാണ്. പക്ഷേ ജീവിതത്തിൽ ഒരിക്കലും പിരിയില്ല എന്നുകൂടിയാണ് കുട്ടികളെല്ലാവരും പറയുന്നത്. പരീക്ഷ നല്ല എളുപ്പമായിരുന്നു. നല്ല റിസൾട്ട് കൂടെ പ്രതീക്ഷിക്കുകയാണ് ഓരോരുത്തരും. ജംഡിക്കോടൊപ്പം രാഹുൽ KV, മാതൃഭൂമി ന്യൂസ്. വാർത്ത എല്ലാവർക്കും സ്വാഭാവികമായും 10ാം ക്ലാസ്സൊക്കെ ഓർമ്മ വരും. അത്തരം രംഗങ്ങൾ, അത്തരം മുഹൂർത്തങ്ങൾ എല്ലാവർക്കും ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളതുമാണ്. എന്തായാലും 16-ന് മൂല്യനിർണ്ണയം തുടങ്ങാൻ പോവുകയാണ്. ഭാവിയിലേക്കുള്ള പുതിയ ചുവടുവെപ്പിലേക്ക് കുട്ടികൾ കടക്കുകയാണ്.